ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച മമ്പയറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു കഷ്ണം മത്തന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക്, കറിവേപ്പില ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതിനെ വേവിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെക്കാം. ആ ടൈമിൽ നമുക്കിത് വറവിടാനായി കുറച്ച് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അതുപോലെ കുറച്ച് തേങ്ങ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ അതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മമ്പയറും മത്തനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് കുക്കർ ഓഫാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് താളിക്കാനായി ഞാനിത് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കടുകും അതുപോലെ കറിവേപ്പില കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മത്തനും മമ്പയറിലേക്ക് ഇത് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ല അടിപൊളി മത്തനും മമ്പയറും തയ്യാറായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇട്ടത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം. കൂടാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ